ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പോൾ നമ്മുടെ 10th എക്സാം ഒക്കെ അടുത്ത ആഴ്ചയൊക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്ന സബ്ജക്റ്റ് ആണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. 30-ആം തീയതിയാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു 3-4 ദിവസം പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പം ബാക്കി സബ്ജക്റ്റുകളൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കൃത്യമായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങളൊന്നും എന്താ പറയുക, നമുക്കങ്ങനെ വെറുതെ കളയാനുള്ള സമയങ്ങളല്ല. നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം വരും. പിന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജീന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ആണ് എക്സാം, പക്ഷേ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഇതൊന്ന് റിവൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് നമ്മൾ ഇതെല്ലാം മറന്നുപോകും. ഓക്കെ, പിന്നെ നമ്മൾ ഒന്നേ തൊട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിനാണ് മിസ് പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം മോഡൽ എക്സാമിനും അതുപോലെ ക്രിസ്മസ് എക്സാമും പിന്നെ നമ്മുടെ ഓണം എക്സാം ഒക്കെ നോക്കുമ്പോൾ ഒത്തിരി ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എല്ലാ പാഠങ്ങളിൽ നിന്നും നമുക്ക് 1 മാർക്കിനും അതുപോലെ തന്നെ 3 മാർക്ക് 2 മാർക്കിനൊക്കെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ്, ജീവന്റെ ജനിതകം അല്ലെ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചില ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേത് എന്താണ്? നമ്മുടെ സ്ട്രക്ചർ ഓഫ് DNA ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA മക്കളെ ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. അതിൽ തന്നെ പ്രത്യേകമായിട്ട് ഈ ഒരു ഭാഗം, ഓക്കെ, ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ഡിയോക്സി റൈബോസ് അല്ലെ, അതിൽ നമുക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാം, ഈ ഒരു ഷുഗർ മോളിക്യൂൾ കാണാം, അതുപോലെ ഒരു നൈട്രോജൻ ബേസും കാണാം. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് നെയിം ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓരോന്നും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കാണാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ DNA ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിൻ്റെ ഇടയിൽ എന്താണ് നമുക്കറിയാം, നൈട്രോജൻ ബേസസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഷുഗർ മോളിക്യൂളും അതുപോലെ ഫോസ്ഫേറ്റ് മോളിക്യൂളും എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നതും ആ നൈട്രോജൻ ബേസസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈട്രോജൻ ബേസസ് ഒക്കെ കാണാം. ആ ഒരു ഭാഗവും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അതൊന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഭാഗവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് DNA ഏറ്റവും ബേസ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡിന്റെ ആ ഒരു പിക്ചറും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രോമസോം ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോമസോമിന്റെ സ്ട്രക്ചറും കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ആ ഒരു ഹിസ്റ്റോൺ, പ്രോട്ടീനും ഹിസ്റ്റോൺ, ഒക്ടാമേഴ്സും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് എന്താണ്, നമുക്ക് ക്രോമാറ്റിഡ്സും അതുപോലെ സെൻട്രോമിയറും ഒക്കെ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ഈ ഒരു പിക്ചറും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അത് ക്രോമോസോം ആണെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അപ്പൊ ഈ പ്രോട്ടീൻ സിന്തസിസിൽ നമുക്ക് പ്രധാനമായിട്ടും 2 സ്റ്റെപ്സ് പഠിക്കണം അല്ലെ. ട്രാൻസ്ക്രിപ്ഷനും പഠിക്കണം, അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും പഠിക്കണം. അപ്പൊ ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ ഒരു പിക്ചർ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലേബൽ ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പൊ അത് നോക്കി അതുപോലെ തന്നെ ലേബൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം. ഇനി വരുന്നത് നമ്മുടെ 3 ടൈപ്സ് ഓഫ് RNA ആണ്. ഓക്കെ, ഈ ഒരു 3 ടൈപ്സ് ഓഫ് RNA is very very important. ഇത് നിങ്ങളോട് ഇങ്ങനെ തന്നെ പിക്ചർ തന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മക്കൾ നോക്കി പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ എന്താണ്, ഇങ്ങനെ ഒരു സ്ട്രിപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA. ഇനി T ഷേപ്പിൽ കാണാൻ പറ്റുന്നത് ആരാണ്, നമ്മുടെ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആണ്. ആൻഡ് ഫൈനലി വി ഹാവ് ദ rRNA ഓർ റൈബോസോമൽ RNA. അപ്പോൾ ഇത് മൂന്നും എൻ്റെ മക്കൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ക്രോസിംഗ് ഓവർ. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം എക്സാമിന് നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പിക്ചർ ഇതേപോലെ വെച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അതുപോലെ അവിടെ കയാസ്മേന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അത് ചിലപ്പോൾ നിങ്ങളോട് മാർക്ക് ചെയ്തിട്ട് ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങളൊന്ന് നോക്കി പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പം അത് ക്രോസിംഗ് ഓവർ ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അത്രയും പിക്ചേഴ്സ് അല്ലെങ്കിൽ
ഫിഗേഴ്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ്, രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴികൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അല്ലെ. അത്യാവശ്യം നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആരാണ്? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആണ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ നിങ്ങൾ വരച്ച് പഠിക്കണം. അതിന്റെ ഓരോ ഭാഗങ്ങളും എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നെ പഠിക്കണം. ഓക്കെ, യെസ്. അതിലെന്താണ് നമ്മുടെ സെൽ ബോഡി, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, അതുപോലെ ആക്സോൺ, ആക്സോണേറ്റ്, സിനാപ്റ്റിക് നോം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സെൽസ് ഇൻ ദ നെർവസ് സിസ്റ്റം. ഈ സെൽസ് ഇൻ ദ നെർവസ് സിസ്റ്റം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഓരോ സെൽസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തതെന്ന് നിങ്ങളോട് ചോദിക്കാം. അതൊക്കെ കുറച്ച് എന്താണ് ടഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു 20% എന്താണെങ്കിലും എന്താണ് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എപ്പിഡൈമൽ സെല്ലും ഒളിഗോഡെൻഡ്രോസൈറ്റ്, അതുപോലെ തന്നെ മൈക്രോഗ്ലിയൽ സെല്ല്, ഷ്വാൻ സെല്ല്, ആസ്ട്രോസൈറ്റ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സെൽസ് എല്ലാമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഓരോ സെൽസും അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ആ ഒരു പിക്ചറും നിങ്ങളൊന്ന് പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ മൈലിൻ ഷീത്ത് ആണ്. ഓക്കെ, അപ്പൊ ന്യൂറോണിൽ നമുക്കറിയാം ആ ഒരു ആക്സോണിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു എക്സ്ട്രാ കവറിംഗ് ലെയർ നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത്, ഒരു ഷീത്ത് പോലെ കാണാൻ സാധിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടും ഇതേപോലെ നിങ്ങളോട് തന്നിട്ട് അതെന്താണെന്ന് നിങ്ങളോട് നെയിം ചെയ്യാൻ ചോദിക്കാൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മൈലിൻ ഷീത്ത് ആണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, മൈലിൻ ഷീത്ത് എന്താണ്, അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാവുന്നതാണ് ഈ ഒരു പിക്ചർ തന്നിട്ട് അല്ലെ. യെസ്, ഇനിയാണ് ഈ ചാപ്റ്ററിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡയഗ്രാം. ആരാണത്? നമ്മുടെ ബ്രെയിൻ ആണ്. ഓക്കെ, സോ ബ്രെയിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ ബ്രെയിൻ സ്റ്റെമ്മും നിങ്ങൾ പഠിക്കണം. അല്ലാതെ നമ്മുടെ സെറിബെല്ലം, സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്, പിന്നെ നമുക്ക് ബ്രെയിൻ സ്റ്റെമ്മിലാണ് നമ്മുടെ മിഡിൽ ഒബ്ലോങ്ങീറ്റ വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എവിടേക്കാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഭാഗങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പെർട്ടിക്കുലർ ബ്രെയിൻ്റെ പിക്ചറും ക്വസ്റ്റ്യനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഇനിയും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് മോഡൽ എക്സാമിനും നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ഒക്കെ വന്നാലും അതെന്താണ് വീണ്ടും നമ്മുടെ പബ്ലിക് എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. നമ്മുടെ ബ്രെയിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സോറി. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ. ഇതിൽ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ സെൻട്രൽ കനാൽ, അതുപോലെ ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്, ഇത് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി നിങ്ങളൊരു റഫ് ഇമേജ് വെച്ച് ഒന്ന് വരച്ചു പഠിക്കുക. എന്നാലേ നമുക്ക് എക്സാം ഹാളിൽ പെട്ടെന്ന് നമുക്ക് നെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ വരച്ചു പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എക്സാം ഹാളിൽ കാണുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, യെസ്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, അതാണ് നമ്മുടെ സിനാപ്സ്. സിനാപ്സിന്റെ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് അല്ലെ. നമ്മുടെ സിനാപ്റ്റിക് നോവും അതുപോലെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, അത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, അതിനേക്കാൾ കൂടുതൽ എന്താണ് നമുക്ക് ഈ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റും സിനാപ്റ്റിക് നോവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നും നിങ്ങൾ പഠിച്ചിരിക്കുക ആ കൂട്ടത്തിൽ. അതുപോലെ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇതൊരു സിനാപ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കേട്ടോ മക്കളെ, ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ആ ഒരു പിക്ചറും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ചാപ്റ്റർ ബിഹൈൻഡ് സെൻസേഷൻസ് ആണ്. അതായത് സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ എന്നുള്ള ഡയഗ്രാംസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആളാണ് ഐ അല്ലെ. സ്ട്രക്ചർ ഓഫ് ഐ റീഡ്രോ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അത് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഇമേജ് അല്ല നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഐയും അതുപോലെ ഇയറും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ചു പഠിക്കുക. ഇതിന്റെ ഓരോ ഭാഗങ്ങള് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അത് വരച്ചും അതുപോലെ തന്നെ അത് ലേബൽ ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. ഇനിയാണ് നമ്മുടെ സർക്കുലാർ മസിൽസും അതുപോലെ തന്നെ റേഡിയൽ മസിൽസും അല്ലെ. അപ്പോൾ ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോഴും അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴും ഉള്ള മാറ്റങ്ങൾ നമ്മുടെ ലെൻസിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും, അതായത് ഇന്റൻസ് ലൈറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പറഞ്ഞ പ്യൂപ്പിളിന് ഉണ്ടാവുന്നത്, അതിനുവേണ്ടി സഹായിക്കുന്ന പേശികളാണ് നമ്മുടെ സർക്കുലാർ പേശികളും അതുപോലെ തന്നെ റേഡിയൽ പേശികളും അല്ലെ. വലയ പേശികൾ എന്ന് പറയും അല്ലെ, സർക്കുലാർ പേശികൾ. റൈറ്റ്, അപ്പൊ അതും നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഇമേജ് തരാം, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കാം. അത്
ബ്രൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള സമയത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവിടെ ആരുടെ ആക്ഷൻ കാരണമാണ്, ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ ഇത് 3 പിക്ചേഴ്സ് നിങ്ങളോട് ചോദിച്ചിട്ട് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇനി എന്താണ് മിസ് പറഞ്ഞു, നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസ് അല്ലേ, അതായത് അടുത്തുള്ള ഒബ്ജക്റ്റിനെ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്ന സമയത്ത് ഇവിടെ എന്ത് ചേഞ്ചസ് ആണ് നമ്മുടെ ലെൻസിന് വരുന്നത്, അത് ഈ പിക്ചർ വെച്ചിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലാതെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. ഫൈൻ. ഇനി എന്താണ് നമ്മുടെ റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് അല്ലെ, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും നമ്മുടെ പ്രകാശഗ്രാഹികൾ അല്ലെ, അത് രണ്ടും നമുക്ക് ഇതേപോലെ പിക്ചർ തന്നിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാം, മുന്നേ അതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ റോഡ് സെൽസ് ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മതി, അവിടെ റോഡ് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് റോഡാണ്, നമ്മുടെ ഐസ്ക്രീമിന്റെ കോൺ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അതാരാണ്, നമ്മുടെ കോൺ സെൽസ് ആണ്. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനിയാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ഇയർ. ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് മക്കളെ നിങ്ങളോട് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇത് റീഡ്രോ ചെയ്യാനും നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഔട്ടർ ഇയർ ആവട്ടെ, അതുപോലെ തന്നെ മിഡിൽ ഇയർ ആവട്ടെ, ഇന്നർ ഇയർ ആവട്ടെ, 3 ഭാഗങ്ങളിലെ പാർട്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നോക്കി വരച്ച് തന്നെ ഐഡന്റിഫൈ ചെയ്ത് തന്നെ പഠിക്കുക. എന്താണ് നമ്മുടെ ബാഹ്യകർണം, അതുപോലെ മധ്യകർണം, ആന്തരകർണം, അത് 3 നമ്മൾ നോക്കി പഠിക്കണം. ഇനി ചോദിക്കുന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ലോവർ ചേംബർ അപ്പർ ചേംബർ ആണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആ ഓർഗൻ ഓഫ് കോർട്ടി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആ ഒരു പിക്ചർ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, അതിന്റെ സിഗ്നിഫിക്കൻസ് എഴുതാൻ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ഇയറിന്റെ ഭാഗം അല്ലെ, ആന്തരകർണത്തിലെ ഭാഗമാണ് നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റം വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം, സെമി സർക്കുലർ കനാൽസും അതുപോലെ നമ്മുടെ ഹെയർ സെൽസ്, രോമകോശങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. യൂട്രിക്കിൾ ആൻഡ് സാക്യുൽ ഇതെല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇതും നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഏതാണ്, നമ്മുടെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവികളിലെ രാസസംവേദനം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആക്ഷൻ ഓഫ് ഓക്സിൻ, അതായത് ഓക്സിൻ്റെ ഒരു കുറിച്ചുള്ള ചോദ്യം വരുമ്പം നിങ്ങൾക്ക് ഈ പിക്ചർ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഓക്സിന്റെ ആ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ഈ ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സെല്ലിന് എന്ത് പറ്റും അല്ലെ, ലൈറ്റ് ടിപ്പിലാണ് വീഴുന്നതെങ്കിൽ എന്താണ് ഓക്സിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമാണ് ലൈറ്റ് വീഴുന്നതെങ്കിൽ ഓക്സിൻ എന്താണ് അവിടെ ഒരു മാറ്റം വരുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സെല്ലിൽ മാറ്റം വരുന്നത്, സ്റ്റെമ്മിന് എന്ത് പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ ആ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി, ഇത് ഫോളിക്കുലാർ സെൽസും പാരാഫോളിക്കുലാർ സെൽസും ഇത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ആ 2 ഭാഗങ്ങൾ എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, തൈറോക്സിനും അതുപോലെ കാൽസിറ്റോണിനും സെക്രീറ്റ് ചെയ്യുന്നു, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി എന്താണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ, നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പിയായിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ്. അതിൽ മെഡുലയും കോർട്ടെക്സും 2 ഭാഗങ്ങളുണ്ട്, അത് നിങ്ങളോട് ലേബൽ ചെയ്യാൻ ചോദിക്കാം. അതുപോലെ അത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗവും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ആൾക്കാരാണ് ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി. ഇവിടെ ഹോർമോൺസ് ഫംഗ്ഷനും ആണ് നിങ്ങൾ കൂടുതലും പഠിക്കണം. മിസ് ഈ ഒരു ഡയഗ്രാം വെച്ചു എന്നേ ഉള്ളൂ. ഡയഗ്രാം നിങ്ങളോട് ചോദിക്കാൻ അത്ര വലിയൊരു ചാൻസസ് ഇല്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹോർമോൺസ് വേണേലും ചോദിക്കാം, അല്ലെ ഡയറക്റ്റ് ആയിട്ട് ഹോർമോൺസ് ആണ് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ഹൈപ്പോതലാമസിന്റെയും പിറ്റ്യൂട്ടറിന്റെയും ഈ ഒരു പിക്ചർ തന്നിട്ടും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഈ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനിയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഫാഗോസൈറ്റോസിസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചർ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സും ഫാഗോസൈറ്റോസിന്റെ നിങ്ങൾ ഓർത്തിരിക്കണം, അത് അങ്ങനെയും ചോദിക്കാം. പിന്നെയാണ് നമ്മുടെ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കൽ അല്ലെ, ആ ഒരു പ്രക്രിയ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ പിക്ചർ തന്നിട്ട് ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനും നിങ്ങളോട് ചോദിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. ഇത് തരുമ്പം എന്താണ്, ഇത് സിക്കിൾ സെൽ അനീമിയ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് വൺ അല്ലെ, അൺറിവെയിലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എന്താ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങളാണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ നമ്മളോട് അങ്ങനെ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. പക്ഷെ എന്താണ്, എന്നാലും നമുക്ക് 2-3 ഡയഗ്രാംസ് ഓർത്തിരിക്കണം. ഒന്നെന്താണ് നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജീൻ്റെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ, അത് നിങ്ങൾ ഓർത്തിരിക്കുക.
അതുപോലെ നമ്മുടെ ക്രിസ്പർ ടെക്നോളജി അല്ലെ, അതിന്റെ 3 സ്റ്റെപ്സ്, ആ ഒരു സ്റ്റെപ്സ് ഓർത്തിരിക്കുക. ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ള കാര്യം അല്ലെ, അതിൽ ഐഡന്റിഫൈങ് ദ ടാർഗറ്റ് അത് ഓർത്തിരിക്കുക. അതുപോലെ കട്ടിങ്, അതുപോലെ എഡിറ്റിംഗ്, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നിങ്ങളോട് ചോദിക്കാറുള്ളത് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. അത് ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ബൈ ചാൻസ് എന്താണ്, നമുക്ക് ഈ പിക്ചർ തന്നിട്ട് ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇതിന്റെ യൂസ് എന്താണ്, ഇത് ക്രൈം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ മിസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ മിസ് എന്താണ് ആ ഒരു ഡയഗ്രാംസ് ആണ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പഠിക്കുക, എല്ലാ എക്സാംസും നന്നായിട്ട് എഴുതുക കേട്ടോ, എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ അതിനിടയിൽ ബയോളജി ലാസ്റ്റിലേക്ക് വെക്കരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.